ഇവിടെ പ്രീ ഡിഗ്രി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രി കോളേജിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ആ കോളേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാൻ അവിടെ കൂടുതൽ ബാച്ചുകൾ വരുന്നതിലൂടെ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ വരുന്നതിലൂടെ അവിടെയുള്ള വലിയ ലൈബ്രറിയും മറ്റ് സൗകര്യമുണ്ട് ലാബറട്ടറി സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാവുക എന്നത് മിനിമം അവകാശമാണ് അവരുടേത്. ആ അവകാശമാണ് വാസ്തവത്തില് ഇഷ്ടംപോലെ പണം സമ്പാദിക്കാൻ, പണം വാരിക്കൂട്ടാൻ വേണ്ടി സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, ഏഴ് കോളേജുകളിൽ സെൽഫ് ഫിനാൻസിങ് കോഴ്സ് പാടില്ല എന്ന് പറഞ്ഞ് കോടതി പോയി സ്റ്റേ വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ മാതാപിതാക്കന്മാർക്കും വലിയ വിദ്യാഭ്യാസ അവകാശം നഷ്ടമാക്കിയിരിക്കുന്നത്. എപ്പോഴും ഒരു സമയത്ത് വിദ്യാഭ്യാസ കച്ചവടം എന്ന് പറഞ്ഞ കത്തോലിക്കാസയുടെ മുകളിലാണ് കുറെ പേര്. അത് വിശ്വസിക്കാൻ നമ്മൾ പോലും കുട്ടികളെ പോലും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴിന്ന് കുറേശ്ശെ മനസ്സിലായി തുടങ്ങി വിദ്യാഭ്യാസ കച്ചവടം എന്നുള്ള പേര് ഉപയോഗിക്കാൻ കൊള്ളാമോ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ അർഹതകൾ വേറെ ഉണ്ടെന്ന് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മുടെ കോളേജുകൾ സ്കൂളിൽ എങ്ങനെ നടന്നു പോകുമെന്ന് നമുക്കറിയാം. ഇന്നിപ്പം ഓരോ കാലഘട്ടത്തിലും ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് എനിക്കറിയാം 24 കുട്ടികൾ മാത്രമുള്ള ഗവൺമെന്റ് സ്കൂളിൽ ലക്ഷക്കണക്കിന് രൂപ അവിടുത്തെ ചുറ്റുപാടുകൾക്ക് വേണ്ടി കൊടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എന്നോട് നേരിട്ട് സംസാരിച്ചുകൊണ്ട് അധ്യാപകരുണ്ട്. അത് ഉപയോഗിക്കേണ്ട മാർഗം കണ്ടെത്താൻ പറ്റാതെ കഷ്ടപ്പെട്ടു. ആ സ്ഥാനത്ത് നമ്മൾ അതുപോലെ തന്നെ ടാക്സ് കൊടുത്ത് അവകാശപ്പെട്ടവരാണ് ഈ പിരിക്കുന്ന മുഴുവൻ കുട്ടികളും എന്നിരിക്കെ നമ്മൾ പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളുകളുടെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ചുറ്റുപാടുകൾക്ക് വേണ്ടിയിട്ടോ 10 പൈസ കൊടുക്കാൻ പാടില്ല എന്ന് നിർബന്ധപ്പെടുത്തി. കഴിഞ്ഞ വർഷം ഞാൻ മോൻപള്ളി സ്കൂളിന് വേണ്ടിയിട്ട് അവിടുത്തെ സ്കൂളിന്റെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ വെച്ചപ്പോൾ അത് അവിടെ സ്കൂൾ പണിത അവസരത്തിൽ അവിടെ വാട്ടർ ടാങ്കിന് വേണ്ടിയിട്ട് വെള്ളം ശേഖരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉള്ള പണം പൂർണ്ണമായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട MP ജോസ് കെ മാണി സാർ അനുവദിച്ചു. പക്ഷേ കളക്ടറിൽ നമ്മൾ പറഞ്ഞു അത് മാനേജ്മെന്റ് സ്കൂളാണ്, ഗവൺമെന്റ് സ്കൂൾക്ക് മാത്രം അനുവദിക്കാൻ പറ്റും MP ഫണ്ട് എന്ന് പറഞ്ഞത് അപ്പോഴും നിഷേധിച്ചു. അപ്പൊ അതായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന വലിയ ശതമാനം കുട്ടികൾക്കും ഗവൺമെന്റിന്റെ എല്ലാ കുട്ടികൾക്കും കാരണമാർക്കും അവകാശപ്പെട്ട ആ പണം മുഴുവൻ ആവശ്യമില്ലാതെ വല്ല അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മറ്റു കാര്യങ്ങളിലേക്ക് മാറ്റിവിടുകയും വളരെ അത്യാവശ്യമായി കിട്ടാൻ അർഹതയുള്ളതായ അവകാശം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന അവസ്ഥ.